ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നലെ എൻ്റെ കുഞ്ഞിമാമൻ്റെ വീട്ടിൽ ഉണ്ടായ കോവയ്ക്ക മാമൻ എനിക്ക് തന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് കാണണേ, ഒരു ഉണ്ടൻ കോവയ്ക്ക. ഞാൻ ബാംഗ്ലൂരിലൊക്കെ കുറച്ച് മെലിഞ്ഞിട്ട് നീളത്തിലുള്ള കോവയ്ക്കാണ് കേട്ടോ കണ്ടേക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ്. ഇതിപ്പോൾ നിങ്ങളുടെ വളപ്പിൽ ഇതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ ഇതിന് വേറെ വല്ല പേരും ഉണ്ടെങ്കിൽ അതും അറിയിക്കണം. അപ്പൊ ഞാൻ ഇതിനെ വിളിക്കുന്നത് ഉണ്ടൻ കോവയ്ക്ക. അപ്പൊ മാമനും അമ്മായി ഇത് എനിക്ക് ഇന്നലെ തന്നപ്പം ഇത് എന്തുണ്ടാക്കും, ചിലർക്ക് കോവയ്ക്ക ഇഷ്ടമല്ല, എനിക്കും അതെ, വലിയ പിടുത്തല്ല. നമ്മൾ എപ്പോഴും അതന്നെ ഉണ്ടാക്കുമ്പോൾ മടുക്കും. പക്ഷെ ഇതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയാലോ എന്ന് തോന്നിയപ്പോഴാണ് ഒരു ഹെൽത്തി ചമ്മന്തി ആവാലോ, നല്ല അടിപൊളി ദോശയുടെ കൂടെ. നമുക്ക് തുടങ്ങാം. നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുന്നതോ, എന്നാലേ അതിന്റെ രുചി കിട്ടുള്ളൂ. 1 സ്പൂൺ കടലപ്പരിപ്പ്, 1 സ്പൂൺ ഉഴുന്ന്. ഇത് പൊന്നിരം ആവണ വരയ്ക്കും നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം, റോസ്റ്റ് ചെയ്തെടുക്കാം എണ്ണയിൽ. ശേഷം 2 ചെറിയ സവാള കുനുകുനാന്ന് അരിഞ്ഞത്, പിന്നെ എരിവിന് 2 ഉണക്കമുളക്. അത് നിങ്ങൾ എരിവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ 5-6 വെളുത്തുള്ളി. ഇവയെല്ലാം നന്നായി വഴറ്റി വരുമ്പോൾ ഒരു വലിയ തക്കാളി, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച കോവയ്ക്കയും, ആവശ്യത്തിന് ഉപ്പും, ഇവയെല്ലാം ഇട്ട് നന്നായിട്ട് നമുക്കിത് വഴറ്റി വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കണ്ട. പിന്നെ ഒരു ലേശം മല്ലിയില ഇടാം കേട്ടോ. നമ്മൾ സാധാരണ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കില്ലേ, വെള്ളമൊന്നും ഒഴിക്കാണ്ട്, അതുപോലെ തന്നെ ഏതാണ്ട്. ഓക്കെ, ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതാണ് അതിൻ്റെ പരുവം. നന്നായിട്ട് കോവയ്ക്കൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ, തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇത് മാറ്റാം. ഒരു ലേശം പുളി, അതായത് നമ്മുടെ കോൽപ്പുളി ചേർക്കാം. ഞാൻ ഒരു 2-3 സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് മഷി പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറുതായ ഒരു തെരുതെരുപ്പ് വേണം. എൻ്റെ പൊന്നോ, സത്യം പറയാലോ, ഇതിൽ കോവയ്ക്ക കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് അറിയേയില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. പിന്നെ കടുകിന് നല്ല എണ്ണ, കടുക്, കരിവേപ്പില, ഒരു ലേശ കായം പൊടി ഇട്ട് ഞാൻ ചൂടുള്ള ദോശയുടെ കൂടിയാണ് കഴിച്ച്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം. എൻ്റെ 5 വയസ്സ് കുട്ടിക്ക്, പാറുക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വരാനുണ്ട്. സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി വേറൊരു ഹെൽത്തി റെസിപ്പിയിൽ നമുക്ക് കാണാട്ടോ. അപ്പോൾ വീട്ടിൽ കോവയ്ക്ക ഉണ്ടെങ്കിൽ മെഴുക്ക് പറ്റിയൊന്ന് മാറ്റി പിടിക്കാം. കോവയ്ക്ക ചമ്മന്തി ഉണ്ടാക്കി നോക്കണേ. ലവ് യു ഓൾ, സ്റ്റേ ട്യൂൺ, ബൈ.